ലവൻ ലിവന്റെ കുടുംബത്തിൽ കയറി അഭിപ്രായം പറയാന്ന് കേട്ടിട്ടില്ലേ? കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ മറ്റേ ചൈന ടൗൺ സിനിമയിൽ ദിലീപും ലാലേട്ടനും എല്ലാവരും കൂടി ജയിലിൽ കിടക്കുന്ന ഒരു സീൻ ഉണ്ടല്ലോ. അതിൽ ദിലീപിന്റെ ക്യാരക്ടർ ഭിത്തിയിൽ ചെവി വെച്ച് അപ്പുറത്ത് സ്ത്രീകളുടെ കുളിമുറിയിൽ നടക്കുന്ന സംഭാഷണത്തിന് ഇപ്പുറത്ത് നിന്ന് മറുപടി കൊടുക്കുന്ന ഒരു ഭാഗമുണ്ട്. നല്ല ചെവി പൊട്ടണ മറുപടിയും അപ്പോൾ അപ്പുറത്ത് നിന്ന് കിട്ടും. അതിനേക്കാൾ മോശം മോശം എന്ന് പറഞ്ഞാൽ മോശം 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 പരിപാടി കേട്ടോ നമ്മുടെ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടിക്കൂട്ടിയത് ഇപ്പോൾ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. കാര്യം നമുക്കറിയാം, താമരശ്ശേരി രൂപതയിലെ ദേവാലയങ്ങളിൽ വായിക്കാൻ ഒരു സർക്കുലർ പുറത്തുവിട്ടു. ദേവാലയത്തിനുള്ളിൽ ദിവ്യബലിക്കും തിരുക്കർമ്മങ്ങൾക്കും തടസ്സമുണ്ടാവാതിരിക്കാൻ, തിരുക്കർമ്മങ്ങളിൽ പാലിക്കപ്പെടേണ്ടുന്ന പരിശുദ്ധിക്ക് ഭംഗം വരാതിരിക്കാനുള്ള നിർദ്ദേശങ്ങളായിരുന്നു അത്. അത് കേട്ട പാതി കേൾക്കാത്ത പാതി മൈക്കും പിടിച്ച് വർഗീയത പറഞ്ഞു എന്ന തരത്തിലേക്ക് എത്തിക്കാൻ മാധ്യമങ്ങളുടെ പരക്കം പാച്ചിൽ. എല്ലാവരും അല്ല കേട്ടോ, ചിലർ മാത്രം. അന്യമതസ്ഥർ പള്ളിയിൽ കയറരുതെന്ന് താമരശ്ശേരി രൂപത. ഇതെന്തൊരു വർഗീയതയാണ്! ഇത് വേർതിരിവല്ലേ? പലതരത്തിലുള്ള ചർച്ചകളിൽ അവർ ചാടി ഇറങ്ങി കുഴഞ്ഞ് മറിഞ്ഞ് മോനെ ഇവിടെ നോക്കി ഒരൊറ്റ അടി വെച്ച് തരും. ഓടുന്നു കലക്കാൻ നോക്കിയത് കൃത്യമായിട്ട് കലങ്ങിയില്ല. ആർക്ക് വേണമെങ്കിലും ഏതൊരു വിശ്വാസം പിന്തുടരുന്ന വ്യക്തിക്കാണെങ്കിലും, ഇനി ദൈവവിശ്വാസി അല്ലാത്ത ഒരുത്തനാണെങ്കിൽ പോലും യാതൊരു തടസ്സവും കൂടാതെ ചെന്നിരിക്കാൻ പറ്റുന്ന ഒരു ഇടമാണ് പള്ളി. ഇവിടെ ആർക്കും തടസ്സമാകുന്നില്ല. ഇതിപ്പോൾ ഏതൊരു കൊച്ചുകുഞ്ഞിനും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അടുത്ത ചോദ്യം വരും, അതൊക്കെ നമുക്കറിയാം, ഇത് ഫോട്ടോഗ്രാഫേഴ്സിനോട് ചെയ്യുന്ന അനീതിയല്ലേ? അവിടെ വർഗീയത കാണിക്കുകയല്ലേ? ഈ ഗുലാബ് സിന്ദാബാദ് 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 വർഗീയത വരത്തല്ലേ? അനിയ, നീ അതിന് സർക്കുലർ വായിച്ചായിരുന്നോ? പിന്നെ അല്ല, വാർത്തയിൽ കണ്ടായിരുന്നല്ലോ. എൻ്റെ പൊന്നെണ്ണ എന്നാ അത് പോയി വായിച്ചു നോക്കി, എന്നിട്ടിറങ്ങീൻ കോലാഹലവുമായിട്ട്. വായിച്ചു നോക്കുമൊന്നും വേണ്ട, അത് വർഗീയത തന്നെയാണ്. അന്യമതസ്ഥർക്ക് പള്ളിയിൽ ഫോട്ടോ എടുക്കാൻ അനുവാദമില്ലെന്ന് അതിരൂപത പറഞ്ഞു. ചേട്ടാ, നമുക്ക് ആ നിർദ്ദേശങ്ങളൊന്ന് വായിച്ചു നോക്കിയാലോ? ഓക്കെ.